ഒരു സംഭവമോ ഒരു ദിവസമോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന സിനിമകളെയാണ് ടൈം ലൂപ്പ് സിനിമകൾ എന്ന് വിളിക്കുന്നത്. ഇത് സാധാരണ ടൈം ട്രാവൽ സിനിമകളിൽ നിന്നും വ്യത്യസ്തമാണ്. അത്തരം സിനിമകളുടെ ഒരു ലിസ്റ്റാണിത്. ആദ്യ സിനിമയാണ് ബിഫോർ ഐ ഫോൾ. 2017 ഇറങ്ങിയ ഈ സിനിമ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഒരു ദിവസത്തെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ അവൾ മരിക്കുന്ന ദിവസം. വീട്ടുകാരോട് വഴക്കുണ്ടാക്കി കൂട്ടുകാരോടൊപ്പം ഒരു പാർട്ടിക്ക് പോകുന്ന സമാന്ത എന്ന കോളേജിലെ പോപ്പുലറായ പെൺകുട്ടി ആ പാർട്ടിക്ക് ശേഷം ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെടുന്നു. എന്നാൽ പിറ്റേന്ന് വീണ്ടും സമാന്തയ്ക്ക് ആ ദിവസം റിപ്പീറ്റ് ആവുന്നു. അങ്ങനെ സമാന്ത ആ ദിവസം വീണ്ടും ജീവിക്കുന്നു. അതേ ദിവസം വീണ്ടും ജീവിക്കുന്നതിലൂടെ അവൾ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുകയും അതേസമയം തൻ്റെ മരണത്തിൻ്റെ മിസ്റ്ററി കണ്ടെത്തുന്നതുമാണ് സിനിമയുടെ കഥ. ടീനേജ് മിസ്റ്ററി ഡ്രാമ എന്ന ജോണറിൽ ഉൾപ്പെടുത്താവുന്ന ഈ സിനിമ സുഹൃത്ത് ബന്ധങ്ങളെ പറ്റിയും നമ്മൾ ചെയ്യുന്ന ചെറിയ അബദ്ധങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കി തരുന്ന ഒരു സിനിമയാണ്. സാധാരണ ടൈം ലൂപ്പ് സിനിമകൾ പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല ഈ സിനിമ. അതിനാൽ തന്നെ സിനിമ മുൻതൂക്കം നൽകുന്നത് ഫിക്ഷനേക്കാൾ കൂടുതൽ ഡ്രാമയ്ക്കാണ്. അടുത്ത സിനിമയാണ് ട്രയാങ്കിൾ. 2009 ഇറങ്ങിയ ഈ സിനിമ ഒരു പെർഫെക്റ്റ് ടൈം ലൂപ്പ് സിനിമയ്ക്ക് ഉദാഹരണമാണ്. ഒരു യാച്ചിൽ തൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോവുകയായിരുന്ന ജെസ് എന്നൊരു സ്ത്രീ കടലിൽ വെച്ച് അവരുടെ യാച്ച് കൊടുങ്കാറ്റിൽ അകപ്പെടുകയും യാച്ച് തകരുകയും ചെയ്യുന്നു. ശേഷം അവർ ഒരു ക്രൂസ് ഷിപ്പ് കാണുകയും അതിൽ അഭയം തേടുന്നു. എന്നാൽ ഒരു ദേജാവ് ഫീലിംഗ് ജെസ്സിന് ആദ്യം മുതലേ ഉണ്ട്. അങ്ങനെ കപ്പലിൽ കയറി അവർ അതിൽ ആരുമില്ലെന്ന് കരുതുന്നു. എന്നാൽ പിന്നീട് അവരിൽ ഓരോരുത്തരായി കൊല്ലപ്പെടുന്നു. മുഖംമൂടി അണിഞ്ഞൊരു കൊലയാളി അവരെ വേട്ടയാടുന്നു. ഇതിൽ നിന്നും ജെസ്സിന് രക്ഷപ്പെടാൻ കഴിയുമോ എന്നതാണ് കഥ. പറയുമ്പോൾ സിമ്പിൾ എന്ന് തോന്നുമെങ്കിലും അത്ര സിമ്പിൾ അല്ല തുടർന്നുള്ള കഥ. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡും മൈൻഡ് ട്വിസ്റ്റിങ്ങുമാണ് ഇതിൻ്റെ കഥ. ഒരു ടൈം ലൂപ്പ് സിനിമയുടെ ശരിക്കുമുള്ള ഫീലിംഗ് ഈ സിനിമ തരും. ചിലപ്പോൾ ഒറ്റ തവണ കണ്ടാൽ തന്നെ എല്ലാം മനസ്സിലാക്കണമെന്നില്ല. എൻഡിങ്ങിൻ്റെ ട്വിസ്റ്റും പെർഫെക്റ്റാണ്. അടുത്ത സിനിമയാണ് ടൈം ക്രൈംസ്. ഇതൊരു സ്പാനിഷ് സിനിമയാണ്. ഈ സിനിമയും ട്രയാങ്കിളും ഒരേ ട്രീറ്റ്മെൻറ്റാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാണ്. ഹെക്ടർ എന്ന ആൾ തൻ്റെ ഭാര്യയുടെ കൂടെ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നു. അന്ന് വൈകുന്നേരം അയാൾ ബൈനോക്കറിലൂടെ കാട്ടിൽ ഒരു പെൺകുട്ടിയെ കാണുന്നു. ഹെക്ടർ അവളുടെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ അപ്പോൾ അയാളെ പിങ്ക് ബാൻഡേജ് മുഖത്ത് ചുറ്റിയ ഒരാൾ അറ്റാക്ക് ചെയ്യുന്നു. അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു മെഷീനിൽ ഒളിച്ചിരിക്കുന്നു. ശേഷം അയാൾ 1 മണിക്കൂർ മുമ്പേക്ക് ടൈം ട്രാവൽ ചെയ്യുന്നു. ശേഷം നടക്കുന്ന സംഭവങ്ങളാണ് കഥ. ഇതും ഒരു പെർഫെക്റ്റ് ടൈം പാരഡോക്സ് എക്സ്പ്ലോർ ചെയ്യുന്ന സിനിമയാണ്. മൈൻഡ് ട്വിസ്റ്റിംഗ് മൂവീസ് ഇഷ്ടമുള്ളവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണിത്. 3-ാം സ്ഥാനത്തുള്ള സിനിമയാണ് സോഴ്സ് കോഡ്. ഒരു ട്രെയിനിൽ മറ്റൊരാളുടെ ശരീരത്തിൽ ഉണരുന്ന ഒരു പട്ടാളക്കാരൻ മനസ്സിലാക്കുന്നു താനൊരു ഗവൺമെൻറ് പ്രൊജക്റ്റിൻ്റെ ഭാഗമാണെന്നും ആ ട്രെയിനിൽ ബോംബ് വെച്ചാളെ കണ്ടുപിടിക്കുകയും അതുവഴി നടക്കാൻ പോകുന്ന മറ്റൊരു സ്ഫോടനം തടയുകയുമാണ് ലക്ഷ്യമെന്നും. എന്നാൽ ഒരു പ്രശ്നമുള്ളത് 8 മിനിറ്റ് മാത്രമാണ് ആകെയുള്ള സമയം. അതിനുള്ളിൽ ട്രെയിനിൽ സ്ഫോടനം നടക്കും. വീണ്ടും ആദ്യം മുതൽ തുടങ്ങും. അങ്ങനെ 8 മിനിറ്റ് കൊണ്ട് ബോംബ് വെച്ചാളെ കണ്ടെത്താൻ കഴിയുമോ? മാത്രമല്ല ശേഷം നടക്കാൻ പോകുന്ന സ്ഫോടനം തടയാൻ കഴിയുമോ? ഇവയെല്ലാമാണ് സിനിമയുടെ കഥ. ഒരു ഫോഴ്സ്ഡ് ടൈം ലൂപ്പ് സിറ്റുവേഷനാണ് ഈ സിനിമയിൽ. ബോംബ് വെച്ചാളെ കണ്ടെത്തുക എന്ന മിഷൻ കൂടാതെ വേറൊരു കാര്യം കൂടി ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് കഥ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. മറ്റു സിനിമകളിൽ നിന്നും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമുണ്ട്. അതിനാൽ അധികം കോംപ്ലിക്കേഷൻ ഇല്ലാതെ മനസ്സിലാക്കാൻ പറ്റും. എങ്കിലും ഒരു ടൈം ലൂപ്പ് സിനിമയ്ക്ക് വേണ്ട എല്ലാ മിസ്റ്ററി എലമെൻസും ഈ സിനിമയിലുണ്ട്. 2-ാം സ്ഥാനത്തുള്ളത് 2014 ഇറങ്ങിയ എഡ്ജ് ഓഫ് ടുമാറോ. ഭൂമിയെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഏലിയൻസിനെ തടയാൻ ഒരു ആർമി മേജറായ കേജ് എന്ന ആളെ സൈന്യത്തിൻ്റെ കൂടെ വിടുന്നു. മുമ്പ് ഒരിക്കലും കോമ്പാറ്റുകൾ നേരിട്ടിട്ടില്ലാതെ കേജ് ഈ മിഷനിൽ കുടുങ്ങുന്നു. ഒരു ഏലിയനെ കൊന്ന ശേഷം കേജും കൊല്ലപ്പെടുന്നു. എന്നാൽ അയാൾ ഉണരുന്നത് അതേ ദിവസത്തിൽ തന്നെ. മിഷനിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് തൻ്റെ ഗ്രൂപ്പിനോട് പറയുമെങ്കിലും ആരും വിശ്വസിക്കില്ല. കേജ് വീണ്ടും കൊല്ലപ്പെടുന്നു. അങ്ങനെ ഒരു ടൈം ലൂപ്പിൽ പെടുന്ന അയാൾ എങ്ങനെ ഏലിയൻസിനെ നേരിടുമെന്നാണ് കഥ. ടോം ക്രൂസ്, എമിലി ബ്ലണ്ട് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ലിസ്റ്റിലുള്ള ഏക ആക്ഷൻ ത്രില്ലർ സിനിമ ഇതാണ്. ഈ ലിസ്റ്റിലെ ഏറ്റവും ബഡ്ജറ്റുള്ള സിനിമയും ഇതുതന്നെയാണ്. ആക്ഷനും സയൻസ് ഫിക്ഷനും ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണിത്. മാത്രമല്ല നേരെയുള്ള സ്റ്റോറി ടെല്ലിംഗ് ആയതുകൊണ്ട് തന്നെ ടൈം ലൂപ്പ് സിനിമകളുടെ ഒരു കോംപ്ലക്സിറ്റി ഇതിനില്ല. 1-ാം സ്ഥാനത്തുള്ളത് 1993 ഇറങ്ങിയ ഗ്രൗണ്ട് ഹോഗ് ഡേ ആണ്. ഈ ലിസ്റ്റിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമ. ഈ സിനിമ ലിസ്റ്റിലെ മറ്റു സിനിമകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. അത് സ്റ്റോറി ടെല്ലിങ്ങിൽ മാത്രമല്ല മൊത്തം സിനിമയുടെ ജോൺറയിൽ തന്നെ. സാധാരണ ടൈം ലൂപ്പ് സിനിമകൾ ഒരു ത്രില്ലർ മൂഡിലാണെങ്കിൽ ഈ സിനിമ ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് മൂവിയാണ്. ഒരു TV ചാനലിലെ കാലാവസ്ഥ റിപ്പോർട്ട് ചെയ്യുന്ന ആൾ അയാൾക്ക് താല്പര്യമില്ലാത്തൊരു സ്റ്റോറി കവർ ചെയ്യാൻ പോകുന്നു. ശേഷം മഞ്ഞുവീഴ്ച കാരണം ആ ടൗണിൽ കുടുങ്ങുന്നു. എന്നാൽ പിറ്റേന്ന് ഉണരുന്ന അയാൾ അറിയുന്നു താൻ ഉണർന്നത് അതേ ദിവസത്തിൽ തന്നെയാണെന്ന്, ഗ്രൗണ്ട് ഹോഗ് ഡേയിൽ. ഇനിയുള്ള തൻ്റെ ജീവിതം മൊത്തം ഈ ഒരു ദിവസം തന്നെ ജീവിക്കാനാണ് വിധിയെന്ന് അയാൾ മനസ്സിലാക്കുന്നു. ആദ്യം ചില തവണകൾക്ക് ശേഷം അയാൾ ദിവസങ്ങളെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ശ്രമിക്കുന്നതാണ് കഥ. ഓരോ ദിവസത്തിൻ്റെയും വില നമുക്ക് ഈ സിനിമ മനസ്സിലാക്കി തരുന്നു. മുമ്പ് പ്രധാനമല്ല എന്ന് തോന്നിയ പലതും അയാൾ എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നു. ഒരു നല്ല ഫീൽ ഗുഡ് സിനിമയാണിത്. പലതവണ കണ്ടാലും മടുക്കാത്ത ചുരുക്കം സിനിമകളിലൊന്ന്. ഒരേ സമയം നർമ്മത്തിനും റൊമാൻസിനും സിനിമ പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ ലിസ്റ്റിൽ ഞാൻ ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്ന സിനിമ ഇതാണ്. 27 വർഷം മുമ്പ് ഇറങ്ങിയ സിനിമയാണെങ്കിലും ഇന്നും ഫ്രഷാണ് ഗ്രൗണ്ട് ഹോഗ് ഡേ.